ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആമീസ് കുക്കിപീഡിയ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കപ്പ ബിരിയാണി ആയിട്ടാണ്. അപ്പോൾ ഇതിലിപ്പോൾ എന്താ ഇത്ര അറിയാൻ, ബീഫ് കറി വെച്ചിട്ട് കപ്പയിലോട്ട് മിക്സ് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് പറയുകയാണ് കേട്ടോ. കപ്പയും ബീഫ് കറിയും കഴിക്കുന്നതാണോ കപ്പ ബിരിയാണി കഴിക്കുന്നതാണോ നല്ലതെന്ന് അറിയണമെങ്കിൽ കപ്പ ബിരിയാണി ഉണ്ടാക്കി കഴിക്കുക തന്നെ വേണം. അപ്പം ഈ ഒരു കപ്പ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ കപ്പ ബിരിയാണിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് കപ്പയും ബീഫുമാണ്. ഞാനിവിടെ 1.5 കിലോ കപ്പയും 1 കിലോ ബീഫുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം കപ്പ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ നിങ്ങൾ സാധാരണ എങ്ങനെയാണോ കപ്പ അരിയുന്നത് അതുപോലെ അരിഞ്ഞെടുത്താൽ മതി. ഇവിടെ ഉമ്മ തന്നെയാണ് കപ്പ വൃത്തിയാക്കുന്നതും അരിഞ്ഞെടുക്കുന്നതും ഒക്കെ. അത് ഉമ്മ എനിക്ക് ഇതുവരെ വിട്ടു തന്നിട്ടില്ലാത്തൊരു ജോലിയാണ്. ഉമ്മ കപ്പ അരിയുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. ഇങ്ങനെ ഫാസ്റ്റായിട്ട് കൊത്തി കൊത്തി അരിഞ്ഞെടുക്കും. അത് കണ്ടോട്ട് നിൽക്കാൻ തന്നെ നല്ല രസമാണ്. എല്ലാ പീസും ഒരുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഞാനൊക്കെ ഇതുപോലെ കൊത്തി അരിയാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു പീസ് വലുതും ഒരു പീസ് ചെറുതും ഒക്കെ ആയിരിക്കും. നമ്മളത് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആയിരിക്കും അത് വഴങ്ങാത്തത്. ചെയ്തു വരുമ്പോൾ ശീലമാവുമായിരിക്കും. പക്ഷേ ഇതുവരെ ചെയ്യാനൊരു അവസരം ഉമ്മ തന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൊത്തി കൊത്തി ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുക. ഒരുപാടങ്ങ് ചെറുതാവേണ്ട, ഈ ഒരു വലുപ്പത്തിൽ ഇരുന്നാൽ മതി. കുറച്ച് വലുപ്പം കൂടിയാലും കുഴപ്പമില്ല, പക്ഷേ ഒട്ടും ഇനി വലുപ്പം കുറയരുത്. എന്നിട്ടത് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ നല്ലതുപോലെ 2-3 വെള്ളം നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നകക്ക വെള്ളം ഒഴിച്ചിട്ട്, സാധാരണ ചീനി കുക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പം അതിന് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു കപ്പയ്ക്ക് കുറച്ചൊന്ന് കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചീനി എന്നും പറയാറുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ചീനി എന്നാണ് പറയുന്നത്, കപ്പയെന്നല്ല. അപ്പോൾ ചില സമയത്ത് പെട്ടെന്ന് പറയുമ്പം ചീനിന്ന് വന്നു പോകും. അപ്പോൾ ആ ഒരു കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബീഫ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു 2 തുടം വെളുത്തുള്ളി ഇട്ട് ചതച്ചിട്ടുണ്ട്. അതേപോലെ ഒരു 2-3 വലിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു 1/2 കിലോ സവാള ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ 1 കിലോ ബീഫാണ് വെക്കുന്നത്. അപ്പോൾ 1/2 കിലോ സവാളയും കൂടി എടുത്ത് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയല്ല, ചെറിയ ഉള്ളി ആയാലും മതി. ഞാനിപ്പോൾ സവാളയാണ് എടുത്തത്. അപ്പോൾ ഇത്രയും ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വേവേണ്ട, ഈ ഒരു പരുവത്തിന് വെന്താൽ മതി. കാരണം നമ്മൾ ബിരിയാണിക്ക് അത് ലെയർ ഇട്ട് വെച്ചിട്ട് ഒന്നും കൂടി ആവി കയറ്റുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഇത്ര തന്നെ വെന്താൽ മതി, ഇതിൽ കൂടുതൽ വെന്ത് പോകണ്ട. എന്നിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് നമുക്കത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ബീഫ് കുക്ക് ചെയ്യാം. അപ്പം ബീഫ് ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. 1/2 കിലോ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 കിലോ സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, 2 തുടം വെളുത്തുള്ളിയും ഒരു 3-4 കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് വലിയ കഷ്ണമല്ല, ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. അപ്പം പച്ചമുളക് ഞാനൊരു 3-4 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴന്ന് വരണം. ഒരുപാട് അങ്ങ് വഴന്നൊന്നും പോകണ്ട. നമുക്ക് ബീഫ് എന്തായാലും 3-4-5 വിസിൽ കേട്ടിട്ടാണ് ബീഫ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം അത്ര തന്നെ വഴന്നാൽ മതി, ബാക്കി ബീഫിൻ്റെ കൂടെ വെന്ത് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് കറക്റ്റാണ്, ഈ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി കറക്റ്റാണ്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ചേർക്കുന്നത് ഗരം മസാലയാണ്. അതൊരു 3/4 ടേബിൾ സ്പൂണോളം ഗരം മസാല ചേർത്തിട്ടുണ്ട്. നമ്മൾ മീറ്റ് മസാലയൊന്നും ഉപയോഗിക്കുന്നില്ല, വീട്ടിൽ പൊടിച്ച പൗഡറുകൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കൂടി ഇട്ടിട്ട് ആ മസാല ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതും കൂടി നന്നായിട്ടൊരു മൂത്ത മണം വരണം. അപ്പോൾ പൊടികളെല്ലാം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളി ഇടണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു ചെറിയൊരു പുളിരസം വരുന്നതിന് വേണ്ടിയിട്ടാണ്. തക്കാളി ഇടുമ്പോൾ ആ ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ആവും. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു തക്കാളി അരിഞ്ഞിട്ടത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് തക്കാളി ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്, അതിട്ട് കൊടുക്കുകയാണ്. അപ്പം എല്ലുള്ള പീസാണെങ്കിൽ അത്രയും ബെറ്ററാണ്. അപ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും മേടിക്കുമ്പോൾ എല്ലുള്ള പീസൊന്നും കിട്ടാൻ സാധ്യതയില്ല. കപ്പ ബിരിയാണി വെക്കാനായിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ എല്ലുള്ള പീസ് ചോദിച്ച് മേടിച്ചുണ്ടാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് ചൂടാകാൻ വെക്കണം. നമ്മളിത് ബീഫിലേക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ഒട്ടും വെള്ളം ചേർക്കാതാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചൂടായി കഴിഞ്ഞ് അതിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം.
അപ്പം വെള്ളമൊക്കെ വന്ന് നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിൻ്റെ അടപ്പ് അടച്ചു കൊടുക്കാം. അപ്പോൾ അടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെയിറ്റ് വെച്ചിട്ടല്ല അടയ്ക്കുന്നത്, വെയിറ്റ് ഇല്ലാതാണ് കുക്കർ അടയ്ക്കുന്നത്. എന്നിട്ട് ആ ഒരു നോബിൽ കൂടി നന്നായിട്ട് ആവി പുറത്തോട്ട് വന്ന് തുടങ്ങുമ്പോൾ മാത്രം വെയിറ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഏകദേശം അതിൽ നിന്ന് ആവി നല്ലതായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ ബീഫിൻ്റെ കുക്കിംഗ് ടൈം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് കുക്കർ അനുസരിച്ചിട്ടൊക്കെയാണ് വിസിൽ എത്ര വേണം എന്നുള്ളതിരിക്കുന്നത്. ഒരു 3-4 വിസിലൊക്കെ ഒന്ന് കേൾപ്പിച്ചിട്ട് ഒന്ന് തുറന്ന് നോക്കിയ ശേഷം പിന്നെ വേണമെങ്കിൽ കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ബീഫ് വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ കപ്പ ബിരിയാണി ഒന്ന് അലങ്കരിക്കാനുള്ള കുറച്ച് സംഭവങ്ങളൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ ആദ്യം കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുന്നുണ്ട്. ഈ ഒരു തേങ്ങാക്കൊത്ത് ഒക്കെ ചേർത്തിട്ട് നമ്മൾ ആ ഒരു ബിരിയാണി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഡിഫറൻ്റ് ആകുന്നത്. അപ്പോൾ തേങ്ങാക്കൊത്ത് ഒരു ബ്രൗൺ നിറം ആകുന്നത് വരെ വറുത്ത് അതിങ്ങ് കോരി മാറ്റിയ ശേഷം നമുക്ക് കുറച്ച് തേങ്ങാപ്പീര നമ്മൾ തേങ്ങ ചിരകിയെടുത്തത് അതും കൂടി വറുത്തെടുക്കണം. ഇതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ കുറച്ച് തേങ്ങാപ്പീരയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം, പക്ഷെ അതും കൂടി ചേർത്ത് കഴിക്കുമ്പോഴാണ് നമ്മുടെ ബിരിയാണി സൂപ്പർ ആകുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ബ്രൗൺ നിറം ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല ചുമന്ന നിറത്തിലായിട്ടുണ്ട്, ഒരു ലൈറ്റ് ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇനി അതും കൂടി കോരി മാറ്റാം. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ കപ്പ ബിരിയാണി ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ബീഫ് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീഫ് തുറന്ന് നോക്കിയ ശേഷം വെള്ളം, അതായത് ഗ്രേവി കുറച്ച് കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ച് ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് വറ്റിക്കേണ്ട, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി. കുറച്ച് ചാറ് എന്തായാലും വേണം, ഒരുപാട് വെള്ളമായിട്ടിരിക്കരുത്. അപ്പം ഭയങ്കരമായിട്ട് നമ്മുടെ ബിരിയാണി അങ്ങ് കുഴഞ്ഞു പോകും. ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്കാണ് ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വലുപ്പമുള്ള ഒരു ചെമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം നമ്മുടെ ബീഫിൻ്റെ ഗ്രേവി ഒഴിച്ചു കൊടുത്ത് ബീഫ് കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ലെവൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് കപ്പ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ചാറ് എന്തായാലും വേണം, ഒരുപാടായി പോകാണ്ടിരുന്നാൽ മതി. അപ്പോൾ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കപ്പ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് നല്ലതുപോലെ നമ്മൾ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് വെച്ചിരുന്ന കപ്പയാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് ആവി കയറ്റുമ്പോൾ ഈ കപ്പ കുറച്ചും കൂടി വെന്തിട്ട് നമുക്ക് കറക്റ്റ് പരുവത്തിന് കിട്ടും. അപ്പോൾ ഇതൊന്ന് ലെവൽ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും തേങ്ങാപ്പീരയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാപ്പീരയും തേങ്ങാക്കൊത്തും ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില നമുക്ക് ഈ ഒരു സമയത്ത് ഇടണം എന്നില്ല, നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/2 ടീസ്പൂണോളം മാത്രം മതി. ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ പുറത്തേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി. അപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ട് തന്നെയാണ് കപ്പയും വേവിച്ചത്. ബീഫിനും ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്, അതുകൊണ്ട് ഇനി ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട്, നല്ല മുറുക്കമുള്ള അടപ്പാണെങ്കിൽ അങ്ങനെ അടച്ച് വെച്ചാൽ മതി. ഇതൊന്ന് ടൈറ്റായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മുകളിലോട്ട് വെയിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഒരു 10-15 മിനിറ്റോളം ഇങ്ങനെ ഇരുന്ന് നല്ലതുപോലെ ആവി വന്ന് ഒന്ന് റെഡിയായി കിട്ടണം. ഇപ്പോൾ ദേ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ തവി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ കപ്പ ഇളക്കാൻ ഞങ്ങളൊരു തടി യൂസ് ചെയ്യാറുണ്ട്, അത് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം, എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി എടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ഫോമിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. കപ്പ അങ്ങ് ഒരുപാട് വെന്ത് കുഴഞ്ഞങ്ങ് ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിക്ക് അത്ര ടേസ്റ്റ് തോന്നത്തില്ല. കുറച്ചൊക്കെ ഒന്ന് പീസായിട്ടിരുന്നാലേ ബിരിയാണി ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല അടിപൊളി കപ്പ ബിരിയാണി ഇവിടെ റെഡിയായി. നമ്മൾ തിന്നാനായിട്ട് കോരിയെടുക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് സവാളയും കുറച്ച് മല്ലിയിലയും കൂടി, അത് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല അടിപൊളി കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കപ്പ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും പുറത്തിരുന്ന് കഴിക്കാനൊരാഗ്രഹം, അങ്ങനെ പുറത്തോട്ട് എടുത്തുകൊണ്ട് ഇറങ്ങിയേക്കുക. നമ്മൾ കഴിച്ചിട്ട് അഭിപ്രായം പറയാം. എങ്ങനെയുണ്ട് കുമ്മാനെ? ഇഷ്ടായോ? റയ്യൂന് ഇഷ്ടായോ? ആ പച്ച സവാളയും കൂടി ചേർത്ത് കഴിക്കുമ്പോഴല്ലേ നല്ല ടേസ്റ്റ്. ഇടയ്ക്കിടയ്ക്ക് കരികരാന്ന് സവാളയും. നമ്മൾ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് സവാളയും കൂടി ഇട്ടിട്ട് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേക്കും കുറച്ചുകൂടി ടേസ്റ്റ്.
വീട്ടിൽ എന്ന് ഇതേപോലെ ഉണ്ടാക്കിയാൽ മതിയോ? ബീഫ് മതിയോ? കുമ്മാൻ എന്താന്ന് പറയാത്തെ? ടേസ്റ്റ് ചെയ്യുന്ന ആസ്വദിച്ച് കഴിക്കുവാണോ? കഴിക്ക്. ഉമേറേ എങ്ങനെയുണ്ട്? നമ്മുടെ ചീഫ് ഗസ്റ്റ് ഉമേറാണ്. ഉമേറിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുത്തതാ. എന്നിട്ട് ഉമേർ ഒന്നും പറയുന്നില്ല. ഉമേറ എങ്ങോട്ട് നോക്കി ഒരു വാ വെച്ചേ. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പൊക്കി പറയാമെന്ന് വിചാരിക്കരുത്. എല്ലാവരും കഴിച്ചിട്ട് പറഞ്ഞ് കൊള്ളാമെന്ന്. അത് പ്രത്യേകിച്ച് ആ പച്ച സവാള ഇട്ടിട്ട് കഴിക്കുമ്പോഴാണ് നല്ല സൂപ്പറായിട്ടുള്ളത്. കഴിക്കുമ്പോൾ അങ്ങനെ തന്നെ കഴിക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞങ്ങളിത് കഴിച്ച് കംപ്ലീറ്റ് ചെയ്യട്ടെ.